അപ്പോൾ ഇവിടെ ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്. വലിയ കുഴികളാണ് ഇതിന്റെ തീയതി. ഇതാണ് റെഡ് കളർ എന്ന് പറയുന്നത്. ഹായ്, ഞങ്ങൾ ബഗ്രു എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്ക് പോകുന്ന വഴിയാണ്. ഈ ജയ്പൂർ കുറേ ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ്, എല്ലാവരും കണ്ട സ്ഥലങ്ങളാണ് മിക്കത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മാറ്റി പിടിക്കാന്ന് വെച്ചിട്ട് ഒരു ശ്രമമാണ് കേട്ടോ. നമുക്ക് അവിടെ കോണ്ടാക്ട്സോ അവിടെ പോയിട്ട് എന്താ ചെയ്യാന്ന് അറിയില്ല. ബഗ്രു എന്ന് പറഞ്ഞ ഒരു പ്രിന്റിംഗ് മെത്തേഡാണ്. ആ പോകുന്ന വഴി ഇതെവിടെ ഡെക്കാത്തലോൺ കണ്ടു റൈറ്റ് സൈഡിൽ. നമ്മൾ അവിടെ നിന്നാണ് വരുന്നത്. അവിടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇപ്പുറത്ത് കണ്ടു NH ആണ്, അജ്മീർ ജയ്പൂർ റോഡാണ്. അപ്പോൾ അതിൽ കണ്ടപ്പോൾ ഇങ്ങനെ ലക്ഷ്മി കുറച്ച് ദിവസമായി വരണോ ജാക്കറ്റ് മാറ്റണം, തണുക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ജാക്കറ്റിന് തീരെ കട്ടിയില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് ഒരു പുതിയ ജാക്കറ്റ് വാങ്ങാം. വേഗം അത് വാങ്ങിയിട്ട് നമുക്ക് നേരെ ബഗ്രുവിലേക്ക് വെച്ച് പിടിക്കാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. തീരെ സമയമില്ല, അതുകൊണ്ട് കണ്ടപ്പോൾ പെട്ടെന്ന് ഇഷ്ടമായ ഒരെണ്ണം എടുത്തു. ബില്ല് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ കമന്റ് ചെയ്യും. നമുക്ക് ബില്ല് എടുത്ത് വേഗം പോവാം. ജാക്കറ്റൊക്കെ വാങ്ങി ഇറങ്ങി. ഇഷ്ടമായോ ജാക്കറ്റ്? നല്ലതല്ലേ? എനിക്ക് ഇഷ്ടമായിട്ടാ. അപ്പോൾ അതിന് ഹുഡിയൊക്കെ ഉണ്ട്. മറ്റേ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങോട്ടുള്ള യാത്രയിൽ. അപ്പോൾ എന്തായാലും വണ്ടി നിറച്ച് പൊടിയാട്ടോ. നമ്മുടെ വണ്ടിയാണ് ഇവിടെ ഏറ്റവും പൊടിയുള്ളത്. ബാക്കിയെല്ലാം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത്. അന്ന് അവിടെ പിള്ളേരെ എഴുതിയതൊക്കെ ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും നേരെ ബഗ്രു വെച്ച് പിടിക്കാം. പോകുന്ന വഴി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാം. അങ്ങനെ അങ്ങോട്ട് പോവാം. ഡെക്കാത്തലോണിന്റെ കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ ആണ് ഈ വില്ലേജിലേക്ക് കാണിക്കുന്നത്. ഞങ്ങളന്ന് അജ്മീരിൽ നിന്ന് വന്ന സെയിം ഹൈവേ ആണ്. ഇപ്പൊ നമ്മള് ജയ്പൂർ പോകുന്ന വഴി കൂടെയാണ് പോകുന്നത്. കുറച്ച് പോയിട്ട് യു ടേൺ എടുത്തിട്ട് വേണം ഈ പറഞ്ഞ വില്ലേജിലേക്കുള്ള വഴിയിലേക്ക് കിടക്കാൻ. ഇന്നലെ രാത്രി ഞങ്ങള് പെട്ടല്ലോ. ഇന്നലെ ഞങ്ങള് രാജ്മന്ദിറിന്റെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി ക്യാബ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ക്യാബ് ഒന്നും കിട്ടണില്ല. ഞങ്ങൾ കുറെ നേരം അവിടെ ഒരു കടയുടെ ഫ്രണ്ടിലിരുന്നു. അപ്പൊ ചിലവർക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് അതെ പോസ്റ്റ് ആയിരുന്നു. അപ്പൊ അതാണ് സംഭവം. ക്യാബ് കിട്ടുന്നില്ല, കാരണം കർഫ്യൂ ആവാറായിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് എല്ലാവരും ക്യാൻസൽ ചെയ്ത് വിടാം. അപ്പൊ ഏകദേശം 8 മണി ആവാറായി. അപ്പോഴാണ് എന്നിട്ട് ഒരു ക്യാബ് കിട്ടി വീട്ടിൽ പോയത്. എന്തായാലും നമ്മള് ഒരു ഹോട്ടലിൽ നോക്കുകയാണ് ഇപ്പൊ ആദ്യം തന്നെ. കാരണം പിന്നൊന്നും കഴിച്ചില്ല. അപ്പൊ ഇന്ന് രാവിലെ ഇട്ടൊന്നും കഴിച്ചില്ല. ഇവിടെ എവിടെയെങ്കിലും കാണുന്നൊരു ഹോട്ടൽ എന്തെങ്കിലും നിർത്തി വേഗം എന്തെങ്കിലും കഴിച്ചിട്ട് ബഗ്രു വെച്ച് പിടിക്കാം. ചെറിയൊരു ഹോട്ടൽ കാണാനുണ്ട്, കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഇഷ്ടമായി തുടങ്ങി. എന്താ പേര്? ശിവസാഗർ. 4 റൊട്ടി പറഞ്ഞു, ഒരെണ്ണം പിന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഇത് കടായി പനീറാണ്. സേഫർ ഓപ്ഷനാണ്. ഹൈവേ കൂടെ ഒക്കെ പോകുമ്പോൾ കടായി പനീർ ആണ് ബെറ്റർ. ഈ ഭാഗത്തൊക്കെ കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ദാലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകാണ്ടിരിക്കുകയാണ് നല്ലത്. ഭക്ഷണം കഴിക്കലും ചടപടയെന്ന് തീർത്തു. അതെ കഴിഞ്ഞു, വണ്ടിയുടെ അവിടെ എത്തി. പോവാം. ഒരു ലെഫ്റ്റ് എടുത്തിട്ട് വേണം ബഗ്രു വില്ലേജിലേക്ക് പോവാൻ. ഞങ്ങള് ജസ്റ്റ് മാപ്പില് ബഗ്രു അടിച്ചിട്ട് കണ്ടു. അപ്പൊ ആ കാണിക്കുന്ന ഡെസ്റ്റിനേഷൻ എത്തി. പിന്നെ അവിടെ നിന്നൊന്ന് അന്വേഷിച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു എവിടെയാണ് ഈ ഹാൻഡിക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്ന്. നമ്മളിതാ ലെഫ്റ്റ് എടുത്ത് ഉള്ളിലേക്ക് വന്നു. ഇവിടെ കടകളൊക്കെ മൊത്തം അടഞ്ഞു കിടക്കാണ്. നമുക്കൊന്ന് ഇറങ്ങി അന്വേഷിക്കേണ്ടി തന്നെ വരും. എല്ലാം അടച്ചിട്ടേക്ക ഷട്ടറുകളൊക്കെ. ഇവിടെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം. ഹരി ഹാൻഡ് പ്രിന്റിംഗ് ഒക്കെ എവിടെയാണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി പോയി ചോദിക്കാൻ പോയതാണ്.
വരുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി നല്ലൊരു ന്യൂസ് ആയിരിക്കില്ല, നല്ല സ്ഥലം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പിലേക്ക് പോയ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അവിടെ പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ഒട്ടുമിക്ക എല്ലാ ചെറിയ ചെറിയ കടകളടക്കം ഷട്ടർ ഇട്ടേക്കാണ്. ഇത് കണ്ടോ, ഇതേപോലെയാണ് മിക്ക കടകളിലും ഷട്ടർ ഇട്ടേക്കണേ. എന്താ സംഭവം എന്നറിയില്ല. ഈ ലെഫ്റ്റിലാണ് അമ്പലം, ഇതാണ് അമ്പലം. കണ്ട അമ്പലം തോന്നില്ല. ഒരു വീടൊക്കെ പോലെ ഉണ്ട്. ഇതായിരിക്കും, ജസ്റ്റ് നോക്കി നോക്കാം. ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ തന്നെ മന്ദിറിൻ്റെ സൈഡിലുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതൊരു ഹ്യൂജ് സ്ഥലമാണ്. കുറേ സ്ഥലത്ത് പോർഷനായിട്ട് ഇവർ പ്രിൻറ്റിങ്ങും ഉണക്കലും കഴുകലും അങ്ങനെ കുറേ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരു പയ്യനെ പരിചയപ്പെട്ടു. ആ പയ്യൻ്റെ മുത്തശ്ശനാണ് ആ ബാക്കിലിരിക്കുന്നത്, ആ ഒരു ഗ്രീൻ കളർ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുള്ളത്. അദ്ദേഹം 2009 പത്മശ്രീ അവാർഡ് വിൻ ചെയ്തിട്ടുള്ള വലിയൊരു മനുഷ്യനാണ്. RK ധേറാവാല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ പരിചയപ്പെട്ട പയ്യൻ്റെ അച്ഛൻ വരണം, എന്നിട്ട് പെർമിഷൻ തന്നാലാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്കിള് വന്നിട്ട് പെർമിഷൻ തന്നു. നമുക്കപ്പോൾ ഉള്ളൊക്കെ കയറി ഒന്ന് കാണാം. ഞങ്ങളിപ്പോൾ ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൻ്റെ ഒരു സ്ഥലത്തേക്ക് കയറുകയാണ്. ഇവിടെ സെക്ഷനായിട്ട് ഓരോ ബിൽഡിങ്ങിലാണ് വർക്കുകൾ നടക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് നടക്കുന്നത്. അവർക്കൊരു കണ്ടീഷനേ ഉള്ളൂ, അതായത് നമ്മൾ ഡിസൈൻസ് ഒന്നും ഒരുപാട് റിവീൽ ചെയ്യണ പോലെ എടുക്കരുത്. ഡിസൈൻസ് കുറച്ച് കാണിക്കാൻ പാടില്ല, കാരണം അവരുടെ ഓൺ ഡിസൈൻസ് ആണ്, അത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഡിസൈൻസ് നമുക്ക് ഒരുപാട് കാണിക്കാൻ പറ്റില്ല. ഇവർ ഉപയോഗിക്കുന്ന ബ്ലോക്സ് ഒക്കെ ഹാൻഡ് കാർവ്ഡ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്നും മെഷീൻ വെച്ചിട്ടല്ല അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കണം, എല്ലാം കൈകൊണ്ട് കൊത്തുപണിയായിട്ടാണ് ഉണ്ടാക്കണം. നമ്മളിത് ശരിക്കും കച്ചിൽ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു പ്രിൻറ്റിങ് ഇതിൽ പോയിരുന്നു. ഇതിൻ്റെ പേര് അജ്രക് പ്രിൻറ്റ് കാണാൻ പോയിരുന്നു. പക്ഷേ അന്ന് പറഞ്ഞില്ലേ കുറേ ഫയലൊക്കെ കറപ്റ്റഡായി പോയി, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇവിടെ തന്നെ വന്നത്. കുറേയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നു. എന്തായാലും ഇത് ഹാൻഡ് കാർഡാണ്. അവിടെ കുറച്ച് ഈ ബ്ലോക്സ് ഇരിക്കുന്നുണ്ട്. ഇവിടെ ദൂരം കാണിച്ചു തരാം, അടുത്ത് പോയി കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അവരുടെ ഡിസൈൻസൊക്കെ. പിന്നെ ഈ ചുമര് ഫുള്ളാ സാധനം വെച്ചേക്കാണ്. ഇതൊക്കെ ആ ബ്ലോക്സാണ് ഇത് പ്രിൻറ്റ് ചെയ്യാനുള്ളത്. ചില സ്ഥലത്തൊക്കെ നമ്പറിംഗ് ഒക്കെ ചെയ്തിട്ട് അവരത് കളറിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സൈഡിൽ ചെയ്യുന്ന പ്രിൻറ്റിങ് അല്ലേ, അത് ഒരു യെല്ലോ ക്ലോത്തിൽ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ഇങ്ക് ഉണ്ടാക്കുന്നത് ആണിയും ശർക്കരയും വെള്ളവും കൂടിയിട്ട് ഫെർമെൻറ്റ് ചെയ്യും. എത്രയോ ആഴ്ച ഫെർമെൻറ്റ് ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഇങ്കാണ് ഈ ബ്ലാക്ക് ഇങ്ക്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് കളറിലാണ്, പക്ഷേ അത് അടിച്ചു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ വന്നിട്ട് പെട്ടെന്ന് അത് ഡാർക്ക് ബ്ലാക്കായി മാറും. അത് അടിക്കുമ്പോൾ ഒരു ചെറിയൊരു ഗ്രേ കളറാണ്, പെട്ടെന്ന് അത് ഡാർക്ക് ആവും. ഓക്സിഡേഷൻ നല്ല രസമുണ്ട് ചെയ്യണ കാണാൻ. You see, we have dated every container, so after 15 to 16 days it's ready for use. इसमें क्या क्या है? इसमें मैंने बताया था iron nails, jaggery and water. अच्छा. Yes, it requires a bit of heat. Okay. Again the tamarind seed powder and this water is heated to make the thick paste. अच्छा. And this paste is used for printing. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് ബ്ലാക്ക് കളർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ആ ഇങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഇത് മുഴുവൻ. അപ്പോൾ ഇവിടെ ഇവർ ഓരോ ടാങ്കിലാക്കിയിട്ട് ശർക്കര, ഇരുമ്പ്, വെള്ളം ഇതെല്ലാം കൂടിയിട്ട് തണുപ്പ് കാലത്താണെങ്കിൽ 30 ദിവസം, ചൂട് കാലത്താണെങ്കിൽ 15 ദിവസം അവർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ खोल सकता है थोड़ा दिखाने के लिए?
കാരണം അതിൻ്റെ അകത്തൊരു ഒരു ഫെർമെൻറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു പരുവത്തിലാണത്. ഇതൊരു 15 ദിവസം 30 ദിവസം ഫെർമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരതെടുത്തിട്ട് ഈ കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് അതിൻ്റെ അകത്ത് നമ്മുടെ പുളിയില്ലേ, പുളിങ്കുരുവിൻ്റെ മാവ് എന്നാണ് അവർ പറഞ്ഞത്, പുളിങ്കുരുവിൻ്റെ പൗഡർ. ഞങ്ങൾ പെട്ടെന്ന് ഒരു കറുത്ത കളറാണ് പ്രതീക്ഷിക്കുന്നത്. പുളിങ്കുരു അരച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെയാണ് കിട്ടുക, പക്ഷേ ഒരു വെള്ളപ്പൊടിയാണ്. അതിൻ്റെ ഉള്ളിലത്തെ ചിലപ്പോൾ അങ്ങനെ എന്ത് മാവ് ഫ്ലോറാക്കി എടുക്കണമായിരിക്കും, എന്തെങ്കിലും ഉണ്ടാവും. നമുക്ക് ചോദിച്ചിട്ട് ആൾക്ക് മനസ്സിലായില്ല, ആൾ പറഞ്ഞ് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ഹീറ്റ് ചെയ്യും വെള്ളം കൂടി വെച്ചിട്ട്. എന്നിട്ട് പിന്നെ ഒരു തിക്ക് കൺസിസ്റ്റൻസി വരാനാണ്. എന്നിട്ട് അതെടുത്ത് ഇതുപോലെ ബക്കറ്റിലേക്ക് പ്രിൻറ്റ് ചെയ്യണതിന് മുമ്പ് ബക്കറ്റിൽ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഈ തിക്ക് കൺസിസ്റ്റൻസി ഉള്ള സംഭവത്തിന് വെള്ളം ഒഴിച്ച് കൊണ്ടുപോയിട്ടാണ് അത് ബ്ലാക്ക് ആയിട്ട് പ്രിൻറ്റ് ചെയ്യണം. അതാണ് നേരത്തെ കാണിച്ചു തന്നാൽ പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആവണ കാണിച്ചു തന്നെ. ഇനി ഒരു കാര്യം കൂടി കാണിച്ചു തരാണ്ട്. മനു എന്നാണ് അപ്പോൾ അതിൻ്റെ പേര്. ആൾക്കത് ക്യാമറയിൽ പറയുന്ന ആണാണ്, അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ട് ഞങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ടോ. ഈ കാണുന്നത് റെഡ് കളറ് റെഡി ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഗേരു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോൺ ഉണ്ട്, മധ്യപ്രദേശിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു എന്താ പറയുക, ഇഷ്ടികയൊക്കെ പോലെ ഇരിക്കും. അതൊരു നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഗേരും. പിന്നെ ആലം, പിന്നെ ഈ മരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പശയല്ലേ, അത് ഒരു രാത്രി വെള്ളത്തിൽ മുക്കിയിട്ട് കുതിർത്തിട്ട് ഈ 3 സംഭവങ്ങളും കൂടി അരച്ചിട്ടാണ് അത് റെഡി ആയിട്ടിരിക്കുന്ന സംഭവമാണ് ഈ റെഡ് കളറിൻ്റെ പേസ്റ്റ് കേട്ടോ. ഈ കാണുന്നത് ഇതാണ് റെഡ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ കാണുമ്പോൾ റെഡ് അല്ലല്ലോ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഈ വഗ്രു പ്രിൻറ്റിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇപ്പോൾ ഇത് കാണുമ്പോൾ റെഡ് അല്ല, പക്ഷേ ഇവർക്ക് ലാസ്റ്റായിട്ട് ഫൈനൽ ഒരു പ്രോസസ്സ് ഉണ്ട് ഈ തുണീന്. ആ ഫൈനൽ പ്രോസസ്സിലാണ് ഈ കളറ് റെഡായി മാറുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വഴിയെ കാണാം. പക്ഷേ ഇതാണ് ഈ റെഡ് എന്ന് പറഞ്ഞ വലിയ കളർ, ഇഷ്ടിയ കളറാണ്, പക്ഷെ ലാസ്റ്റ് അത് റെഡ് കളറാവും. We haven't been using this much lately. Okay. So yeah. Okay. The visual. നമ്മളിപ്പോൾ ഇവർ ഇൻഡിഗോ ഉണ്ടാക്കുന്ന റൂമിൻ്റെ അകത്താട്ടോ, വലിയ കുഴികളാണ് ഇതിൻ്റെ അകത്ത്. എന്നിട്ട് അമ്മോ. So also an interesting thing about 15 feet. 15 അടി താഴ്ചയാണ് ഓരോ കുഴിയിലേക്കും. ഇതിലേക്ക് മുക്കിയിട്ടാണ് തുണികൾ എടുക്കുന്നത്. നമുക്കത് ഇങ്ങനെ ഫ്രോത്ത് പോലെ വന്ന് നിൽക്കണ എൻ്റെ മുകളിൽ ഇതിന് 15 അടി താഴ്ച ഉണ്ട് കേട്ടോ. ഇവിടെ ഇവർ ഇളക്കാനൊരു വടി വെച്ചിട്ടുണ്ട്. ആ വടിയുടെ ഹൈറ്റ് കണ്ടോ, അപ്പോൾ അത്രയും താഴ്ചയുണ്ട്. മുകളിലേക്ക് ഉണ്ട് കേട്ടോ, അത്രയും താഴ്ചയുണ്ട് ഈ കുഴിക്ക്. ഈ ഒരു റൂമിലാണ് കേട്ടോ സാരിയൊക്കെ. ഇപ്പോൾ സാരിയൊക്കെ മൊത്തമായിട്ട് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് എന്താണെന്ന് വെച്ചാൽ അവർ ഈ നീല കളർ വരുന്നതൊക്കെ ഇൻഡിഗോ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ മുതലെടുത്തിരുന്നത് ഈ ഇൻഡിഗോ പ്ലാന്റേഷൻ, അതിൽ വരുന്ന ടാക്സ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഇൻഡിഗോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ സത്യമായിട്ട് എനിക്ക് ഇവിടെ വരണത് അറിയില്ലായിരുന്നു. ഇൻഡിഗോ ചെടിയില്ലേ, അത് ക്രോപ്പ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കും. അപ്പോൾ വെള്ളത്തിലേക്ക് ഈ ചെടിയുടെ ഉള്ളിൽ നിന്ന് നീരും അതൊക്കെ സംഭവമൊക്കെ വന്നിട്ട് വെള്ളം നീല കളറാവും. എന്നിട്ട് ഇതൊക്കെ അരിച്ചെടുത്തിട്ട് ഈ വെള്ളം തിളപ്പിച്ച് വറ്റിച്ച് അതിൽ നിന്ന് വരുന്ന ഒരു ക്രീം പോലെ കിട്ടുന്ന സംഭവം ഇഷ്ടിക പോലെ ഉണക്കി ഇപ്പോൾ ഒരു കാണിച്ചു നമുക്കതൊരു കട്ട പോലെയാണ്. അങ്ങനെ ആ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കണം. ഇതിപ്പോൾ ഇവർ പുറത്തുനിന്ന് മേടിക്കുകയാണ്. ഇവരിത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലത്തെ കുഴികളിലേക്ക് പൊടിച്ചിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുന്നു. അപ്പോൾ മിക്സ് ചെയ്തൊരു ഫ്രോത്ത് വന്നില്ലേ, അപ്പോൾ ആ ഫ്രോത്തിൻ്റെ കളറായിരിക്കും തുണിയുടെ കളർ എന്നാണ് പറഞ്ഞത്. ഫ്രോത്ത് ലൈറ്റ് കളറാണെങ്കിൽ തുണി ലൈറ്റ് കളറായിരിക്കും, അത് കുറച്ചും കൂടി ഡാർക്ക് ആണെങ്കിൽ തുണിക്ക് ഡാർക്ക് കളറായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇവരിവിടെ ചെയ്യുന്നത്. ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി മനു നമുക്ക് പറഞ്ഞു തന്നേക്കാണ്. നമ്മുടെ അടുത്ത് ഒരാൾ പറയുകയാണെങ്കിൽ ഇത് ഇൻഡിഗോ കളറാണ്, നാച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളത് ഉരയ്ക്കുക, നല്ലോണം ഉരച്ചിട്ട് മണത്ത് കഴിഞ്ഞാൽ ഇൻഡിഗോൻ്റെ മണം ഉണ്ടാവും. അല്ലെങ്കിൽ അത് സിന്തറ്റിക് ആയിരിക്കും. അതെ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സിന്തറ്റിക് ആയിരിക്കും. ഇവിടെ ഇവർ ഫുള്ള് നാച്ചുറൽ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ചുറ്റും കാണുന്ന ഈ ക്ലോത്ത്സ് ഫുൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് അലർജി ട്രീറ്റ്മെൻറ്റിന് പോവും. ആ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള കളറ് പുറത്തേക്ക് വരിക. അപ്പോഴാണ് ആ മെറ്റീരിയലിൻ്റെ ശരിക്കുള്ള കളറൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ സൈഡിൽ കിടക്കുന്നത് ഇവർ പറയുന്ന റെഡാണ്. റെഡ് കളർ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ റെഡ് കളർ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത് ഫുള്ളി ഒരു റെഡ് ആയിട്ടില്ല. അപ്പോൾ ഇത് അതവിടെ ആ ഒരു സംഭവത്തിലാണ് ഈ അലർജിയൻ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ബട്ടി പോലെ തന്നെ ബട്ടി, അതിന് ബട്ടി എന്നാണ് ഇവരുടെ ഇതിൽ പറയണേ. അപ്പോൾ അതൊരു കോപ്പറിൻ്റെ വെസലിലാണ് ഈ ബട്ടി ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. കോപ്പറിൻ്റെ പാത്രത്തിൽ ഈ സാരി അല്ലെങ്കിൽ ഈ തുണിയൊക്കെ മുക്കിയിട്ടിട്ട് അത് 65 ഡിഗ്രി ടെമ്പറേച്ചർ 60-70 60-70 ഡിഗ്രി ടെമ്പറേച്ചറിൽ അത് ചൂടാക്കി
അങ്ങനെയാണ് ഇതിന് ആക്ച്വലി ആ കളർ വരുന്നത്. ശരിക്കുള്ള ബഗ്രു ഡിസൈനിൽ കോപ്പറിൽ മാത്രമാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുള്ളൂ. ബട്ടി എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഇതാണ് ഇവരുടെ വാഷിംഗ് ഏരിയ. ഇവർ ഈ ബ്ലോക്ക് പ്രിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് വാഷ് ചെയ്യുക. അപ്പം മനു പറയുന്നത് ഇത് ആക്ച്വലി വെരി ഗുഡ് ഫെർട്ടിലൈസർ ആണെന്ന് പറയണത്. കാരണം ഇതിൽ കുറേ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഈ വെള്ളത്തിലേക്ക് പോകുന്നുണ്ട്, നമ്മുടെ പ്രിന്റ് ചെയ്ത ക്ലോത്ത്സിൻ്റെ. ഈ വെള്ളം ഒന്നും അവർ വേസ്റ്റ് ചെയ്യുന്നില്ല. ഇവരുടെ ബാക്ക് യാർഡിൽ ചെറിയൊരു കൾട്ടിവേഷൻ ഇവർക്കുണ്ട്. ആ കൾട്ടിവേഷനിലേക്ക് ഇവർ ഈ വെള്ളമൊക്കെ റിലീസ് ചെയ്ത് അതിനുവേണ്ടി ഒരു സീസണൽ കൾട്ടിവേഷനാണ്. നമുക്കതും കൂടെ ഒന്ന് പോയി കാണാം. അപ്പോൾ അതിൻ്റെ അയണുണ്ട്, പലതരം സോയിലുകളുണ്ട്, ആലമുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെടിക്ക് നല്ല അത്ര. അപ്പോൾ ഇതേ പടി അവിടെ നിന്ന് പൈപ്പ് ഇട്ടിട്ട് നേരെ ഇതേ ബാക്ക് യാർഡിൽ ചെറിയ കൾട്ടിവേഷനൊക്കെ നടത്താണ്. ഇത് കൂടെ അത് ഒലിച്ച് വരുന്നു, എന്നിട്ട് ഓരോ സ്ഥലത്തേക്കും കൾട്ടിവേഷനായിട്ട് പോകണം. അപ്പോൾ ലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ അവർ സീസണിലായിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സീസണിൽ എന്തുണ്ടാവുന്നോ അത് ഇവരിവിടെ നട്ടുണ്ടാക്കുന്നു. ഇത് കൊള്ളാം അല്ലേ? That's carrot. मैं सोचा वो धनिया है. धनिया ये रहा धनिया. हाँ हाँ हाँ. ये धनिया is that is carrot. What is that? Tomatoes. What is that? That's garlic. So you have everything. Yeah. Whatever you require. No, we have six family members. Okay, okay. So it's enough for us. ഇവർ 6 പേരടങ്ങുന്ന കുടുംബത്തിന് ഉള്ള വെജിറ്റബിൾസ് മൊത്തം ഇവിടെ നിന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, മല്ലിയില ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, അപ്പുറത്ത് പീസ് ഉണ്ട്, പിന്നെന്താ പാലക്കുണ്ട്, തക്കാളി ഉണ്ട്, റാഡിഷ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. വീട്ടിലേക്ക് വേണ്ട എല്ലാം അവർ ഈ ഒരു വെള്ളം ചിറുകേറ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അത് നല്ല സംഭവം അല്ലേ? ചില്ലി. അപ്പൊ ഇവിടെ പുതിയതായിട്ട് മുളക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടമായത് ധാരാളം മതിയല്ലോ സ്വന്തം വീട്ടിലുണ്ടാക്കി കഴിയാന്നുണ്ടെങ്കിൽ. പിന്നെ എന്താ വേറെ? ये सब दाबू है. So after printing the mud, we sprinkle sawdust over it to give strength to the print. ഇവിടെ ദാബു പ്രിന്റ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കും കൂടി ഉണ്ട് ഇവർക്ക്. അത് വേറൊരു യൂണിറ്റ് ആയിട്ടാണ് വീടിന്റെ. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഭാഗത്തിന്റെ വീടല്ല കേട്ടോ, നേരത്തെ കണ്ട ആ യൂണിറ്റിന്റെ ബാക്കിലാണ് ഇത് വരുന്നത്. നമ്മുടെ കൃഷിയിടമൊക്കെ കണ്ടില്ലേ, അതിന്റെ സൈഡിലായിട്ട്. എൻ്റെ ബേസിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വെള്ള പേപ്പറിൽ വെച്ചിട്ട് മുകളിൽ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ കൈയില്ലാത്ത ഭാഗത്തൊക്കെ പെയിൻറ്റ് വരും. അപ്പോൾ കൈയിൻ്റെ ഒരു ഇംപ്രിൻറ്റ് പോലെ അതിൻ്റെ തരും. ബേസിക്കലി അതാണ് ഇവിടെ നടക്കണേ. ദാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സ്ചറാണ്. അതായത് ചുണ്ണാമ്പ്, കലമെട്ടി, കറുത്ത മണ്ണെന്നാണ് ഇത് പറയുന്നത്, കലമെട്ടി, പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളും കൂടി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അച്ച് പോലെ വെച്ചിട്ട് അതിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കുന്നു. ഈ പ്രിൻറ്റ് ചെയ്തതിൻ്റെ മുകളിൽ അറക്കപ്പൊടി ഇടുന്നു, നൈസായിട്ടുള്ള അറക്കപ്പൊടി ഇടുന്നു. അറക്കപ്പൊടി ഇട്ടിട്ട് അത് ഉണക്കാനിടും. അപ്പോൾ അറക്കപ്പൊടി ഇടുന്നത് ഈ ദാബു എന്ന് പറയുന്ന സംഭവം നല്ലോണം സ്ട്രോങ് ആയിട്ടിരിക്കാനാണ്. എന്നിട്ട് ഇവരിത് ഡൈ ചെയ്യുന്നു. അപ്പോൾ ഡൈ ചെയ്യുമ്പോൾ എവിടെയാണോ ദാബു ഉള്ളത് ആ ഭാഗത്ത് കളർ പറ്റില്ല, പ്രിൻ്റ് ഇല്ലാത്ത ഭാഗത്തൊക്കെ ഡൈയിൻ്റെ കളർ വരും. എന്നിട്ട് ഇത് കഴുകിയെടുക്കുമ്പോൾ ദാബു പറ്റിയ ഭാഗത്ത് കളറില്ല, ചുറ്റും കളറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഈ ഡിസൈൻസ് ഒക്കെ ഇവർ പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. എൻ്റെ ഈ സൈഡിൽ കാണുന്ന മരത്തിന് ഇവർ പറയുന്നത് ശീശം എന്നാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവർ ഈ അച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഈ മരം കൊണ്ട് ഒരു അച്ചുണ്ടാക്കാൻ കാരണം ഇത് സ്ട്രോങ്ങും ആയിരിക്കും, അതേസമയം ലൈറ്റ് വെയ്റ്റും ആയിരിക്കും. നല്ല വലിയൊരു മരമായിട്ട് നല്ല തണലൊക്കെ കൊണ്ട് ഇവരുടെ കടയുടെ പേര് ആർക്കെ ദേറാവാല എന്നാണ്. അപ്പോൾ ഇവർക്ക് മൊത്തമായിട്ട് ഹോൾസെയിലായിട്ടാണ്. അപ്പോൾ വലിയ വലിയ മാനുഫാക്ചറേഴ്സൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യണത്. ഫാബ് ഇന്ത്യ, റിലയൻസ്, അങ്ങനെ വലിയ ആൾക്കാരായിട്ടാണ് ഇവർ വർക്ക് ചെയ്യണത്. ഇത് നമ്മുടെ സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അവരങ്ങനെ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്നുണ്ട്, ഇമെയിൽ ID ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ചെറിയൊരു ഷോപ്പ് പോലെ ഇതിൻ്റെ തന്നെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഡിസ്പ്ലേക്കൊക്കെ ആയിട്ട് കാര്യങ്ങൾ വെച്ചേക്കണം. അപ്പോൾ ലക്ഷ്മി അവിടെ കയറിയിട്ട് നോക്കുകയാണ് എല്ലാം കിട്ടുമോ, നല്ല ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട കാലാമെറ്റിയിൽ ചെയ്ത ആ ക്ലോത്തില്ലേ, അത് അവസാനം ഇങ്ങനെയാവും കേട്ടോ. അപ്പോൾ ഇവിടേക്കാണ് അവർ ആ ദാബു ചെയ്തത് ബാക്കിയൊക്കെ. അപ്പോൾ ദാബു ചെയ്ത ഭാഗത്ത് ഇത് പറ്റിയിട്ടില്ല, ബാക്കിയുള്ളിടത്തൊക്കെ ഡൈ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഡിസൈൻ വരുന്നത്. നമ്മളിതൊക്കെ വീട്ടിലും നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് അറിയില്ലല്ലോ. കേരള സേവും തൃശ്ശൂർ. ഇവരുടെ വേറൊരു കാര്യം ഇഷ്ടമായെന്നറിയോ, അവർ പാക്ക് ചെയ്തുന്ന ബാഗ് കണ്ടോ, പ്ലാസ്റ്റിക് ഒന്നുമല്ല, നല്ല തുണി കോട്ടൺ ബാഗാണ്.
കുറേ സന്തോഷങ്ങൾക്കിടയിൽ ഒരു വലിയ സന്തോഷം ഉണ്ടായി. ഞങ്ങൾ ആദ്യമായിട്ട് പത്മശ്രീ കിട്ടിയ ഒരാളെയും ഒരു പത്മശ്രീയും നേരിട്ട് കണ്ടു. കണ്ണുണ്ട്. അപ്പോൾ ഈ RK ധേരാവാല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്, അതായത് ഇപ്പം മനു വന്നില്ല, മനുവിൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ബഗ്രു പ്രിൻറ്റും ഇതിൽ ഇത്രയും നോളേജും എക്സ്പെർട്ടീസും ഉള്ളതുകൊണ്ട് കൊടുത്തതാണ് പ്രതിഭ പട്ടേലിന് 2019 അദ്ദേഹത്തിന് ഈ പത്മശ്രീ കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഫോട്ടോ അറിയാണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എന്തൊക്കെയോ കണ്ടപ്പോൾ അതിൻ്റെ അടുത്ത് കണ്ടതാണ് കേട്ടോ. പത്മശ്രീ ആണ് വെറുതെ അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കാം, അതിന് വലിയ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. അദ്ദേഹം ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചത്. ആളൊരു കാഷ്വൽ ആളെ പോലെയാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ ഒരു വലിയൊരു ചെയറിലിട്ട് റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. കൂടുതൽ ബിസിനസ് കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല. ഈ ഇതിന്റെ പ്രിന്റിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഇത് കൊടുക്കണേ. ആളുടെ മകനാണ് ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവിടെ ഇവര് ഒരുപാട് വെള്ളത്തിന്റെ ക്രൈസിസ് ഇവർ അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ റീകോ ഇൻഡസ്ട്രീസ് ഒക്കെ ഒരുപാട് ഫ്ലറിഷ്ഡ് ആയിട്ട് വന്നതിന് ശേഷം വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ അടുത്തൊരു നദി ഉണ്ടായിരുന്നു അത്ര, അപ്പൊ അത് വറ്റിപ്പോയി. ഈ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയുടെ സൈഡിൽ വന്നിട്ട് റീകോ എന്നാണ്, രാജസ്ഥാന്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ്. അതുകൊണ്ട് ഈ പ്രിന്റിംഗ് മെത്തേഡിന് വാഷിങ്ങിനൊക്കെ ആയിട്ട് വാഷിങ്ങിനും എല്ലാ പ്രോസസ്സിനും ഒരുപാട് വെള്ളം വേണം. അപ്പൊ ഇവർ അതിന്റെ ക്രൈസിസ് ഇവർ മാത്രമല്ല ഈ ഒരു വില്ലേജിലത്തെ ഇവിടെ ബഗ്രു പ്രിന്റ് ചെയ്തിരുന്ന ആൾക്കാർ കുറെ പേര് നിർത്തിപ്പോയി, കുറെ പേര് അത് സിന്തറ്റിക് ഇതിലേക്ക് കയറി തുടങ്ങി, അതായത് ഇങ്കിലേക്കൊക്കെ കയറി തുടങ്ങി. കാരണം ഇതിന് നാച്ചുറൽ പല പല പ്രോസസ്സ് ഉണ്ട്, അപ്പോൾ പല പല പ്രാവശ്യം വാഷ് ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ടാണ് ഈ നാച്ചുറൽ ഡൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനൊക്കെ എക്സ്പെൻസീവ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത്. എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടെ അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് പോകുന്നുണ്ട്, ഒരുപാട് സ്ട്രഗിളും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് 2 എന്തൊക്കെ മേടിച്ച സൂട്ട് സെറ്റ്സ് വാങ്ങി, കോട്ട ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിങ് അത് 2 വാങ്ങി. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് നേരെ ജയ്പൂർ പോവാണ്. നല്ല സന്തോഷമായി. ആദ്യം തന്നെ വന്നോർണ്ണം കിട്ടി, കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി ഒന്നും വന്നില്ല. വന്ന് 2 പ്രാവശ്യം ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, കാരണം ആൾ ഇത്ര ഫേമസ് ആയതുകൊണ്ടായിരിക്കും നമുക്ക് ആൾക്കാർ ഇങ്ങോട്ട് തന്നെ നമ്മളെ പറഞ്ഞു വിട്ടെ. അപ്പോൾ എന്തായാലും സന്തോഷമായി, പോവാണ്. ഇതങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്ഥലമൊന്നുമല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ആൾക്കാർ നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു, നമ്പർ പ്ലേറ്റിൽ നോക്കുന്നു, നമ്പർ പ്ലേറ്റിൽ നോക്കുന്നു, മുഖത്തേക്ക് നോക്കുന്നു. കാര്യം ബഗ്രു പ്രിന്റ് അത്യാവശ്യം ഫേമസ് ആണെങ്കിൽ അങ്ങനെ ഇപ്പൊ കച്ചിൽ നമ്മളന്ന് പറഞ്ഞ പോലെ അജ്രക് പ്രിന്റോ അങ്ങനത്തെ അത്രയൊന്നും ഫേമസ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആൾക്കാർ അറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് വളരെ കുറവാണ്. പിന്നെ ജയ്പൂർ വന്ന് കുറച്ച് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നത്. അല്ലാണ്ട് ആരും ഇങ്ങനെ ഈ ബഗ്രു പ്രിന്റ് കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ വളരെ വളരെ കുറവാണ്. നമ്മളങ്ങനെ കുറച്ചും കൂടെ ഒരു വലിയ വഴിയിലേക്ക് എത്താണ്. ഇവിടെ സൈഡില് സാരിയോ എന്തോ സംഭവം ഉണ്ടാക്കി പ്രിന്റ് ചെയ്ത് ഉണക്കാട്ടേക്കണോ. കുറെ പേര് ഇപ്പൊ ഈ തൊഴിൽ ചെയ്ത് ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ലേ? മിക്ക സ്ഥലത്തും ഇത് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, ഇവിടെ ഇതിന്റെ അച്ചുണ്ടാക്കുന്ന സ്ഥലമാണ്. നമുക്ക് ആളൊന്നും പറ്റുകയാണെന്ന് നിർത്തി നോക്കാം. ഇപ്പൊ നമ്മളവിടെ പ്രിന്റ് ചെയ്യുന്ന അച്ച് കണ്ടില്ലേ, ആ അച്ച് ഉണ്ടാക്കുന്ന ഒരാളവിടെ ഉണ്ട്. കൈകൊണ്ടാണ് ഉണ്ടാക്കണേ. ഇരുന്ന് ഉണ്ടാക്കാൻ ചോദിച്ചാൽ കയറിയിട്ട് നമ്മളതിൻ്റെ പെർമിഷൻ ചോദിച്ചു. അപ്പോൾ കയറി വീഡിയോ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ട്, കുറേ ഉണ്ട്. ഈ മരത്തിൻ്റെ കുറേ കട്ടികളൊക്കെ വെച്ചിട്ട് അവർ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ ഒരു കൈ കൊണ്ട് കൊത്തി ഉണ്ടാക്കണുണ്ട്. എന്താ പെർഫെക്ഷനാ നോക്ക്, ശരിക്കും മെഷീൻ കട്ടിങ് പോലും ഇല്ലേ ഇതൊക്കെ. അതെ, വലിയ വലിയ ഡിസൈൻ അല്ലാണ്ട് ഇവര് ചെറിയ കുട്ടി കുട്ടി ഡിസൈനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ എൻ്റെ അമ്മയ്ക്ക് ചെറുതായിട്ട് പെയിന്റിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ട്രിപ്പിന് ഇറങ്ങിയപ്പോൾ ഈ ഭാഗമൊക്കെ എത്തി എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് പറയാണ് അച്ചി കണ്ടാ വാങ്ങണമെന്ന്. അപ്പൊ ഞങ്ങൾ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട് പെയിന്റ്. ഒരു ആനയുടെ ഒരു ഇതും പിന്നെ 2 പക്ഷികൾ നിൽക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുന്ന വിചാരിക്കണു. 2നും കൂടിയിട്ട് 200 രൂപയാണ് അവർ പറഞ്ഞത്. കുറേ വർക്ക് ഉണ്ട് കേട്ടോ, ഡീപ്പായിട്ട് ഒരുപാട് വർക്ക് ഉണ്ട് ഇതിൽ. ഇതൊക്കെ കൈകൊണ്ട് ചെയ്യുന്നതാണ്. പല വിലയുടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ 600 രൂപ, 250 രൂപ, അങ്ങനെ ഒരു റേറ്റിലാണ്, വേറെ വേറെ റേറ്റിലാണ്. ഇതൊക്കെ വില കൂടിയതാണ് കേട്ടോ. രസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോയിട്ട്
നമ്മളിപ്പോ ഉദയ്പൂർ പോയപ്പോഴും ഇതുപോലെ കടകളുടെ ഫ്രണ്ടിലൊക്കെ, പക്ഷെ അത് ഇത്ര പെർഫെക്ഷൻ ഉണ്ടായിരുന്നല്ലോ. ഉദയ്പൂർ നമ്മൾ സിറ്റി പാലസിന്റെ പുറത്ത് ഇതുപോലെ 20 രൂപയ്ക്കൊക്കെ ഓരോ പീസുകളുണ്ടായിരുന്നു. പക്ഷെ അതിന് ഒട്ടും താഴ്ച ഉണ്ടായിരുന്നില്ല. നമുക്കത് വീട്ടിൽ കൊണ്ടുപോയി പ്രിന്റ് ചെയ്യുന്ന തന്നെ തോന്നില്ലായിരുന്നു. അതുപോലത്തെ ഒരു ഡിസൈനുകളായിരുന്നു. ഇത് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ഇത് തന്നെ ഇപ്പൊ ഉണ്ടാക്കണല്ലേ, നൈസായിട്ടുണ്ട്. സൂര്യനൊക്കെ അസ്തമിച്ചു. ഇവിടെ ഒരു പന്നി. വലിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. അടിപൊളി ഗുഡ് ന്യൂസ് ആണ്. തൊട്ട് ഇവിടെ കർഫ്യൂ ഇല്ലാത്ര. ഇന്ന് തൊട്ട്, അതായത് ഇപ്പൊ തൊട്ട് കർഫ്യൂ ഇല്ലാന്ന് വെള്ളിച്ച വിളിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിച്ച വിളിച്ചപ്പോഴാണ് പറഞ്ഞത്. 7 മണിയായി. അപ്പൊ നമുക്ക് സാധാരണ 7 മണിയായി കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് അകത്ത് കയറാറാണ് പതിവ്. ഞങ്ങൾ ആക്ച്വലി അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോ കർഫ്യൂ, ഇന്ന് തൊട്ട് കർഫ്യൂ ഇല്ലാന്ന്. അപ്പൊ രാജസ്ഥാൻ മൊത്തം ഇനി കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാം. രാത്രികളിൽ പെട്രോൾ പമ്പ് കുഴപ്പമില്ല, ഹോട്ടലുകൾ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ആലോചിക്കായിരുന്നു ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു മലയാളി ഹോട്ടൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ അവിടെ ഒന്ന് പോയി ഭക്ഷണം കഴിച്ചാലോ എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. കുറച്ച് ദിവസം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണം. ജംഗ്ഷൻ എത്തി മാസ്ക് ഇട്ട് കേട്ടോ. ഇതും കഴിഞ്ഞ ദിവസം ആരോ കമന്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, സുപ്രീം കോർട്ടിന്റെ എന്തോ റൂളുണ്ട്, നമുക്കിപ്പോ മാസ്ക് ഇടാണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ നമുക്കറിയില്ല, ഇവിടുത്തെ പോലീസുകാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കും, അത് മനസ്സിലാവും എന്നൊക്കെ. അപ്പൊ നമുക്ക് മലയാളി ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം കഴിക്കാൻ. ഇതാണ് എവർഷൈൻ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് കാറ്ററിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ചെറിയൊരു കടയാണ്. പാർക്ക് ചെയ്യാം. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് പോലെ ഉണ്ടെന്ന്, അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. ഇതൊരു സ്റ്റോർ പോലെ കേട്ടോ പുറത്തുനിന്ന്. ഒരു വെറൈറ്റി സെറ്റപ്പാണ്. നമ്മുടെ പണ്ടത്തെ പലചരക്ക് കടയിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന അതേ മണമാണ്. റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് 2 ടേബിളും 4 കസാരയൊക്കെ ഇട്ടിട്ട് കുട്ടി സെറ്റപ്പ്. ഒരു ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. കഴിക്കാൻ എന്തായാലും. എന്തല്ല കഴിക്കാൻ? പൊറോട്ട, ചോറില്ല. ശരി, പൊറോട്ടയും. നല്ല വൃത്തിയുള്ള പെട്രോൾ പമ്പ്. ഇറങ്ങിക്കോട്ടെ. ശരി എന്നാ, സന്തോഷം പരിചയപ്പെട്ടു. ശരി, അയച്ചു കൊടുത്തിട്ടുണ്ട്. ശരി കേട്ടോ, ഓക്കെ, താങ്ക് യു. നല്ല ഫുഡ്, നല്ല 2 ചേട്ടന്മാര്. അരി വാങ്ങി 1 കിലോ. പിന്നെന്താ വാങ്ങിണ്ടായിരുന്നു? അച്ചാറ് വാങ്ങി, കടുമാങ്ങ അച്ചാറ് വാങ്ങി. പിന്നെ ഒരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട്. അതെന്താ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? നല്ല രസമായിരുന്നു. ഒരുപാട് ഇഷ്ടമായി. അവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ആൾക്കാരും എല്ലാവരും അടിപൊളിയായിരുന്നു. വയറും സുഖമായിട്ട്, വയറും ഹാപ്പി ആയി സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. എൻ്റെ കുട്ടിയെ പൊറോട്ട മുഴുവൻ കഴിക്കാൻ പറ്റിയില്ല, അത് പാഴ്സലാക്കി മേടിച്ചു. നാളെ രാവിലെ കഴിക്കാം അല്ലേ? നാളെ കഴിക്കാം. നല്ല ഹെവി ആയിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.